അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഉറ്റവരെ ഉടയവരെ നോക്കി നിൽക്കുന്ന ഒരുപാട് അനാഥ കണ്ണുകൾ, അതെ പ്രായമായവർ അവരുടെ പ്രിയപ്പെട്ട ആരൊക്കെയോ ഞങ്ങളെ കാണുവാൻ വരുന്നുണ്ട് എന്ന രീതിയിൽ എന്നും പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു. എന്നാൽ മറിയമ്മയുടെ തൊട്ടടുത്തിരുന്ന ഒരു മാതാവ്, അതെ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെന്താണെന്ന് പലരും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് എൻ്റെ പൊന്നു മോനെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോഴേ ഒരു ടിക്കറ്റ് അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് കീറിയിട്ട് ഒരു കഷ്ണം എൻ്റെ അടുത്തുണ്ട്, ഒരു കഷ്ണം ഓന് കൊണ്ടുപോയി, ഞാനെങ്ങാനും ഫുള്ള് ടിക്കറ്റുമായിട്ട് ബസ്സിൽ കയറി വരുമോയെന്ന് പേടിച്ചിട്ട് അവൻ ഒരു കഷ്ണം ഇവിടെ വെച്ചിട്ടുള്ളൂ, ബാക്കി കൊണ്ടുപോയി. ശരിക്കും ആ മാതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അതൊരു ഉദ്യോഗസ്ഥനായിരുന്നു. മക്കൾ ഒരുപാട് നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി അവർ യൂറോപ്പിലും ലണ്ടനിലും അമേരിക്കയിലും അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ. എന്നാൽ ഈ മാതാവിനെ നോക്കാൻ ആരുമില്ല, സംരക്ഷിക്കാൻ ആരുമില്ല. പകരം മാതാവിനെ അതാ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നു. അതും പണമില്ലാത്തവരെ കൊണ്ടാക്കുന്ന, അത്രക്കും വലിയ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആ മക്കൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ബാക്കി വെക്കുവാൻ അവർക്ക് സമയമില്ല. എല്ലാവർക്കും നല്ല തിരക്കാണ്. ഓരോ കണ്ണുകളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തൻ്റെ ഉറ്റയവർ ഉടയവർ വരുന്നതിനെ കുറിച്ച്. അങ്ങനെയാണ് നമ്മുടെ മറിയുമ്മയും കാത്തിരിക്കുന്നത്. അതെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെങ്ങാനും വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പ്രതീക്ഷയോടെ നോക്കുകയാണ്. എന്നാൽ തൻ്റെ കൊച്ചുമകൻ്റെ സഫീറിനെ പോലുള്ള ആ ഒരു മുഖം കണ്ടപ്പോൾ ശരിക്കും അവർക്ക് തോന്നി, റബ്ബേ ഇതെന്ത് സ്വപ്നം പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ കൺമുമ്പിൽ കാണ് ഞാൻ, അല്ലാ എൻ്റെ കുട്ടിയെ നീ കുറച്ചു നേരം കൂടി കാട്ടിക്കൊണ്ട. അതെ മറിയുമ്മ ആഗ്രഹിച്ചതുപോലെ ആ ഉമ്മ ആ പൊന്നുമോനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഷാമിലിൻ്റെ മുഖം അടുത്തേക്ക് വരുമ്പോൾ അതെ ഇതെൻ്റെ കുട്ടി തന്നെയാണല്ലോ എന്നുള്ള രീതിയിൽ അവർ കണ്ണൊന്ന് തുടച്ചുകൊണ്ട് നോക്കുന്നു. മോനെ ഉമ്മ. സഫീർ ആ ഉമ്മയുടെ ദയനീയ അവസ്ഥ കണ്ട് കരഞ്ഞു പോയി. ഉമ്മ മോനെ, ഉമ്മമാരെ കുട്ടി ഇവിടെ എത്തിയോ? ആ ഉമ്മമ്മ ഞാൻ വന്നിട്ടുണ്ട്. അതെ വല്യമ്മനെ കാണാൻ കൊതിയായിപ്പോ. എൻ്റെ ഉമ്മ എങ്ങനെ ഇവിടെ എത്തിയത്? മോനെ അതൊന്നും പറയണ്ടടാ, ഒന്നും സാരമില്ല, അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ് മോനെ. എനിക്കിവിടെ ഉമ്മാൻ്റെ പൊന്നും മോനെ, എന്നാലും വന്നല്ലോ എന്നെ കാണാൻ. ഒരു കുട്ടി ഇതുവരെ വന്നിട്ടില്ല. പൊന്നും മോനെ എല്ലാവരും വരും, പലയിടത്തുനിന്നും പല ആളുകളും വരുമ്പോൾ അവൾക്കുള്ള സമ്മാനങ്ങളുമായിട്ട് വരും. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കും. എൻ്റെ പൊന്നു മോനെ ഞമ്മക്കൊന്നും വേണ്ട, എൻ്റെ കുട്ടിയുടെ കണ്ണു മോറൊന്ന് കണ്ടാൽ മതി, എനിക്ക് അത് മാത്രം മതി എൻ്റെ പൊന്നു മോനെ. അതെ ആ ഉമ്മമ്മ സഫീറിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്യുന്നത്. ഉമ്മ നിങ്ങൾ കരയല്ലേ. എന്നാൽ ആഷി ഉസ്താദ് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവരുടെ ആ ഒരു സ്നേഹബന്ധം കണ്ട് ആഷി ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പടച്ച റബ്ബിനോടൊരു പ്രാർത്ഥനയുണ്ടായി, അല്ലാഹുവേ റഹ്മാനെ നീ സ്നേഹം എന്നും നിലനിർത്ത് റഹ്മാനെ, ആമീൻ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കരുതിയ സാധനങ്ങളെല്ലാം അവൻ കൊടുക്കുന്നു. സന്തോഷത്തോടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവരത് ഏറ്റുവാങ്ങുന്നു. മോനെ ഇതൊക്കെ എനിക്കുള്ളതാണോ? അതെ ഉമ്മാക്കും ഉമ്മയുടെ കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. എന്നാൽ സഫീർ അപ്പോഴേക്കും അത് മുന്നിൽ കണ്ടു. അല്ലാ ഈ ഒരു ആളുകൾക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യമെല്ലാം സെറ്റപ്പാക്കി മാനേജറോട് പറഞ്ഞപ്പോൾ അവർക്കൊത്തിരി സന്തോഷം. അതെ നിങ്ങൾ ഇതിലൊരു കൂട്ടായ്മയിൽ ഇതിൽ പങ്കാളിയായതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇത്രയും വലിയൊരു സംഖ്യ നിങ്ങൾ തരിക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത സന്തോഷം കേട്ടോ. എന്നാൽ സഫീർ പറയുന്നു, ഏയ് നോ പ്രോബ്ലം, ഒന്നും കുഴപ്പമില്ല, നമ്മുടെ മാതാപിതാക്കളിനല്ലേ ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞ സഫീറിൻ്റെ അവസ്ഥയെല്ലാം കണ്ട് ആകെപ്പാട് ടെൻഷനായിപ്പോയി. ഉമ്മമ്മ എന്താ മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തുല്ലേ? ഓ മാഷാ അല്ലാ അൽഹംദുലില്ലാ, ഉമ്മാൻ്റെ കുട്ടീനെ പഠിച്ചോ നന്നാക്കട്ടെ കേട്ടോ. ഉമ്മ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ? അത് പറഞ്ഞപ്പോൾ മറിയുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ എന്താ ഉമ്മ, നമുക്ക് പോയിട്ട് വരാം കേട്ടോ. മോനെ ഞാനില്ലടാ. എന്താ ഉമ്മ, എന്തേ? ഒന്നുമില്ലടാ,
പഠിച്ചോനെ അതെന്തോ ഉമ്മ അങ്ങനെ പറയുന്നത്? ഉമ്മ അങ്ങനെ പറയല്ലേ, നമുക്ക് പോകാം മോനെ. അതിനേക്കാൾ സമാധാനം ഇവിടെ ഉണ്ട് മോനെ. കണ്ടില്ലേ, ഇവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്, പ്രായമായവർ, അതെ, മക്കൾ ഉപേക്ഷിച്ചവരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കഴിഞ്ഞോളാം മോനെ, ഇനി മരിക്കോളാം. ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉമ്മ അതിനെക്കുറിച്ച് പറയല്ലേ, എനിക്ക് പേടിയാണ് മോനെ. ഒന്നുമില്ല ഉമ്മാൻ്റെ കുട്ടിയുടെ പഠനമൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം ഇല്ലല്ലോ. ഉമ്മാക്ക് വേണ്ടി ഉമ്മാൻ്റെ കുട്ടി ദുആ ചെയ്യാറില്ലേ? ഉമ്മ തീർച്ചയായും എന്നും ഞാനത് ചെയ്യാറുണ്ട്. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ദാരിദ്ര്യം വരും എന്നൊക്കെയാണല്ലോ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതെ, പുളിക്കൽ തറവാട്ടിലേക്ക് തൻ്റെ വല്യമ്മ വരുന്നില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി. വല്യമ്മ, നിങ്ങൾ എന്താ വരാതിരിക്കുന്നത്? പൊന്നാര മോനെ, ഒന്നും ഉണ്ടായിട്ട് പറയില്ല. ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഉമ്മയും, അതെ, എൻ്റെ കാക്കണ്ടല്ലോ ജസീറും, ഒരു സുഖം പൊറുതിയും തരുമല്ലോ മോനെ. ഒരു ഒച്ചപ്പാടുണ്ടാകാൻ പാടില്ല, ബഹളം ഉണ്ടാകാൻ പാടില്ല, ഒന്നും പാടില്ല. ഞാൻ ആ സിറ്റ് ഔട്ടിലേക്ക് വീൽ ചെയറിന് തള്ളി ഇങ്ങോട്ട് വന്നേ. എടുക്കാത്തള്ള എന്തിനാ നിങ്ങൾ മുന്നിലേക്ക് വരുന്നേ? ഒന്ന് പഴയത് പെറുക്കണവർക്ക് എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അതും പറയും. എല്ലാത്തിനും ഞാൻ പുഞ്ചിരിക്കും മോനെ. പിന്നെ ഓല് എന്നെ കൽപ്പിച്ചു വിട്ട് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് എനിക്ക് തോന്നിപ്പോയി. എന്നോട് ഒരു ദിവസം പറഞ്ഞു, ജസീർ ഉമ്മ നമുക്കൊരു കല്യാണത്തിന് പോകണ്ട്. മോനെ, കല്യാണത്തിനോ? അതെ, കല്യാണത്തിന്. നിങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോയിട്ട് കുറേ ദിവസമായി. ഉമ്മ, നിങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിക്കോളി. എന്നാൽ എനിക്കും മോനെ വല്ലാത്ത സന്തോഷമായിരുന്നു കല്യാണത്തിന് എല്ലാവരും കൂടി പോവുക എന്ന് കരുതിയിട്ട്. അങ്ങനെ കല്യാണത്തിന് അതാ ഓഡിറ്റോറിയത്തേക്ക് അങ്ങോട്ട് എത്താൻ നിൽക്കുകയാണ്. പോകാൻ വേണ്ടി ഞാനും ഒരുങ്ങി മോനെ, ഉള്ളിലേക്ക് പുതിയത്. അങ്ങനെ എൻ്റെ അമ്മയും എൻ്റെ കാക്കയും കൂടിയും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. എന്നോട് പറഞ്ഞു, ഉമ്മ കുറച്ച് കൂടുതൽ ഡ്രസ്സ് എടുത്തോളി. ഞാൻ പറഞ്ഞു, ഒരു ദിവസത്തിന് കല്യാണത്തിന് പോയി വരാൻ ഇപ്പോൾ എന്തിനാ ഇത്ര തോനെ ഡ്രസ്സ്? അത് പറഞ്ഞിട്ട് കേട്ടില്ല. അത് എൻ്റെ അമ്മയും എൻ്റെ കാക്കയും കൂടെ അതൊക്കെ പാക്കറ്റിലാക്കി എന്തൊക്കെ തന്നെയായാലും അത് വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ടുപോയി വെച്ചു. ഞാനും കരുതി ഇനിയിപ്പോൾ 2 ദിവസത്തെ കല്യാണം എങ്ങാനും ഉണ്ടോ എന്ന്. എന്നാ മോനെ എത്രയായിട്ട് എത്തുന്നില്ല. ഞാൻ ചോദിച്ചവരോട്, അല്ല മക്കളെ, നമ്മളെ കല്യാണപ്പം ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഉമ്മ നിങ്ങളൊന്ന് സമാധാനപ്പെട്ടിരിക്കുമോ, ഇതാ പോവാണ്. അങ്ങനെയാടാ അവൻ പെട്ടെന്ന് തന്നെ വണ്ടി കയറ്റി അതാ ആ സ്ഥാപനത്തിനകത്തേക്ക്. ശരിക്കും ആ ഉമ്മ സന്തോഷത്തോടു കൂടി ഓഡിറ്റോറിയത്തിൽ എത്തിയെന്ന് വിചാരിച്ച് അതാ ആ വാഹനത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക്. അല്ല മോനെ, ഈ ഹോസ്പിറ്റലിൻ്റെ പേര് മാറിയിക്കണോ? ഇല്ലല്ല, ഇപ്പോഴത്തത് ഇങ്ങനെയാണ്. വരി, അകത്തേക്ക് കയറി. എന്നാൽ അതാ അവിടെ പ്രതീക്ഷയുടെ കണ്ണുകളോടെ നോക്കുന്ന ഓരോരുത്തർ. ശരിക്കും ഉമ്മക്ക് കാര്യം ഏകദേശം ഇതൊക്കെ എൻ്റെ പ്രായം പോലെ അല്ല റബ്ബേ. ഇതിപ്പോൾ മോനെ, എടി മോളെ, പിന്നെ ഇനി മുതൽ നിങ്ങൾ ഇവിടെ താമസിക്കണത്, അതായത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവർ തരും. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങി പോരാൻ നിൽക്കരുത്. എല്ലായിടത്തും പോലത്തെ സെക്യൂരിറ്റി ഇവിടെ എപ്പോഴും ഉണ്ടാകണമെന്നില്ല, മനസ്സിലായല്ലോ മോളെ? ഞാൻ ഇവിടെ ഒറ്റക്ക്, അതെ, ഇവിടെ ഒറ്റക്കായിരിക്കും. ഒറ്റക്ക് മാത്രമല്ല, ഇത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അല്ല, നിങ്ങളൊന്നും ഇല്ലാതെ ഞാൻ, എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾ ദയവായിട്ട് അടങ്ങിയിരിക്കും മോനെ. എന്നാൽ സഫീറിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. മോനെ, അവിടെ ഇരിക്കാൻ പറഞ്ഞത്. മോനെ, ഞാനുണ്ടടാ, എന്നിട്ട് പോവല്ലേ നിങ്ങൾ? മോനെ, നിങ്ങൾ പോവില്ലേ? തളപ്പ കരയും. പിന്നെന്താ, ഞങ്ങളിവിടെ നിൽക്കുന്നതൊക്കെ ഉള്ള കുട്ടിയാ? മോനെ, ഞാനുണ്ടടാ, എനിക്കറിയാത്ത സ്ഥലത്ത് നിന്നിട്ടിട്ട് നിങ്ങൾ പോവല്ലേ മോനെ? അതെ, ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. മോനെ. എന്നാൽ ജസീർ ശക്തമായി അവൻ്റെ കൈകളങ്ങ് കുടഞ്ഞു. അതെ, എന്നെ തൊട്ടു പോകരുത്, അവിടെ ഇരുന്നോളി. നിങ്ങളെ കൊണ്ട് വലിയ ചില്ലറ ശല്യമൊന്നുമല്ല. എൻ്റെ ഫ്രണ്ട്സുകൾ വരുമ്പോൾ എന്തെങ്കിലും മീറ്റൊക്കെ നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടോ അങ്ങനെ എങ്ങനെ ആയിട്ട് അവർ പറയും പഴയ സാധനം കൊടുത്ത് ഒഴിവാക്കിക്കൂടുന്നു എന്നും എൻ്റെ ഫ്രണ്ട്സുകൾ എന്നെ കളിയാക്കും. എൻ്റെ പൊന്നാരുമ്മ, നിങ്ങളിവിടെ നിൽക്കി ദയവായി. ഇനി അങ്ങോട്ട് വരണ്ട. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഫ്രണ്ട്സുകൾ ഉണ്ടാവും കേട്ടോ. എന്നാൽ ആ മാതാവ് അത് പറഞ്ഞപ്പോൾ കണ്ണീരൊഴുക്കുകയായിരുന്നു. എങ്കിലും അവർ തിരിച്ചു പോകുമ്പോൾ അത് നിറമിഴികളോടെ അവരെ നോക്കി. മക്കളെ, എന്നെ വിട്ട് പോവല്ലേ മക്കളെ? നിങ്ങൾ പിന്നാലെ ഓടി. എന്നാൽ 2 പേർ വന്ന് പിടിച്ചു വെച്ച് റൂമിലിട്ട് അടച്ചു. അത് മുഴുവനായിട്ട്
ആ ഉമ്മ വിശദീകരിച്ചപ്പോൾ കരഞ്ഞു പോയി. നിങ്ങൾക്കറിയില്ല ഉമ്മ. സഫീർ ആ ഉമ്മയെ നെഞ്ചോട് ചേർത്തു. ഉമ്മ പോരുമ്മ, നിങ്ങൾ മോനെ ഇല്ലടാ, ഇനി മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കുക, ഒരിക്കലും അങ്ങോട്ടില്ല. എൻ്റെ പൊന്നുമ്മ, നിങ്ങളെ മകനുണ്ടാക്കിയ സ്വത്തും കാര്യങ്ങളും വീടും പറമ്പും എല്ലാം അത് നിങ്ങളെ ഉമ്മാൻ്റെ മോനെ കൂടി പൊന്നു മോനെ എൻ്റെ പേരിലുണ്ട് ഇഷ്ടം പോലെ സ്ഥലം കാര്യങ്ങൾ, അതൊക്കെ ഒരു ഒപ്പിടിപ്പിച്ചൊക്കെയാണ് കൊണ്ടുപോയിക്കോട്ടെ, അതൊന്നും എനിക്ക് പൂതില്ല. എന്നെ ഇട്ടിട്ട് ഇവിടെ പോയപ്പോൾ പൊന്നു മോനെ ഞാൻ ഓലെ പിന്നാലോടിയപ്പോൾ എന്നെ ഇവിടുത്തെ ജീവനക്കാരനെ വാതിൽ അടിച്ചു പുറത്തേക്ക്. ഞാൻ കൊച്ചു കുട്ടികളെ പോലെ വാതിൽ തല്ലി തുറക്കാൻ പറഞ്ഞ് കരഞ്ഞു. എന്നെ തുറന്നു വിടി മക്കളെ, എൻ്റെ മക്കൾ പോവാണ്. പക്ഷേ എന്താ മോനെ ചെയ്യുക? അതുകൊണ്ട് ഇനിയല്ലേടാ, ഓർക്ക് ഞാനൊരു അധികപ്പറ്റാണ്. എന്നെ വേസ്റ്റ് പോലെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അത് ഞാൻ പഴകിയതാണത്രേ, ഓൾഡ് ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം എന്താ ഞാൻ ചെയ്യുക എൻ്റെ പൊന്നു മോനെ? ഉമ്മല്ല കേട്ടോ, നിങ്ങൾ പോയിക്കോളി. അതെ, സഫീറിൻ്റെ മാതാവ് കരഞ്ഞുകൊണ്ടത് പറയുകയാണ്. ഇല്ല വല്യമ്മ, വല്യമ്മാനെ സുരക്ഷിതമായ സ്ഥലത്ത് ഞാൻ ആക്കിത്തരും മോനെ. ഇനിയിപ്പോൾ ഒരു സുരക്ഷിതത്വമില്ല. ഇന്നെപ്പോലെ ആരും വരാതെക്കണം, എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. ഓലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഭാഗ്യവതി, എൻ്റെ കുട്ടികൾ വന്നല്ലോ. അതെ, ആ മാതാവ് വീണ്ടും കരയുകയായിരുന്നു. പഠിച്ചോനെ, എന്താപ്പോൾ ഞാൻ ചെയ്യാം? മോൻ പൊയ്ക്കോളിട്ടോ. ഉമ്മാൻ്റെ കുട്ടീൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് പോതി കണ്ണില്ല മോനെ. ഞാൻ ചോദിക്കണ ഒരേ ഒരു കാര്യമായിരുന്നു, എൻ്റെ സഫീർ എപ്പോഴാണ് വരിക? പക്ഷേ അതൊന്നും പറ്റിയില്ല. ആദ്യം പിന്നെ ഒരു വഴി എടുത്തേക്കണമല്ലോ എന്തേ പറയുമ്പോൾ തല്ലാൻ മോനെ. അതുകൊണ്ട് ഉമ്മ ഇനി അങ്ങോട്ടില്ല കേട്ടോ, ഉമ്മനെ കുട്ടി പോയിക്കോളി. അതെ, ആ മാതാവ് കരഞ്ഞുകൊണ്ടാണ് അതെല്ലാം പറഞ്ഞത്. എല്ലാം കണ്ടും കേട്ടും ആശി റബ്ബേ അല്ലാഹുവേ റഹ്മാനെ പഠിച്ചവനെ ആശുസ്താദ് ആ നിമിഷം അള്ളാഹു നൽകിയതാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരെ നാം സംരക്ഷിക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് വിരിയുന്ന ഓരോ കണ്ണുനീരും, അതിൽ നിന്ന് ഉറ്റി വിരിയുന്ന ഓരോ കണ്ണുനീരും അതിനൊക്കെ ഒരു ഉത്തരം പറയേണ്ടതായിട്ട് വരും മോനെ. എന്താ ചെയ്യുക? എനിക്ക് സത്യം പറഞ്ഞാൽ സഫീർ വല്ലാത്ത ഇടങ്ങാറായി പോവാണ്. എന്നാൽ സഫീറും പറഞ്ഞു, ആശി എൻ്റെ ഉമ്മയെ രക്ഷിക്കണം, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എന്തൊക്കെ തന്നെയാലും ഇന്ന് നമ്മൾ ഇറക്കിക്കൊണ്ടുപോയാൽ ഉമ്മാക്കൊരിടമില്ലാതാവും. അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഉമ്മ നമുക്ക് പോകുക വീട്ടിലേക്ക്. എന്നാൽ അതാ കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയുന്നു, പൊന്നു മോനെ അത് മാത്രം പറയല്ലേ, അതിന് മാത്രം ഞാൻ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് എന്നൊന്ന് കാണാൻ വന്നാൽ മതി, അത് മാത്രം മതി. ആ മാതാവ് കരയുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് നിറമിഴികളോടെ ആ ഉമ്മ നോക്കി നിൽക്കുകയാണ്. ഇല്ലല്ലോ ഉമ്മയുടെ അരികിലേക്ക് ഒരിക്കൽ കൂടി, ഉമ്മ ഇൻഷാ അല്ലാഹ് ഒരു പെണ്ണ് കാണലൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. മോനെ എവിടെ നിന്നാണ്? അത് ഇക്കാക്കയും ഉമ്മയും പറഞ്ഞാണ്. മോനെ നല്ലോണം ശ്രദ്ധിച്ച് കണ്ടും കേട്ടൊക്കെ എടുക്കണം കേട്ടോ, അല്ലാതെ എൻ്റെ കുട്ടി പരാജിതനാവരുത് കേട്ടോ. എൻ്റെ കുട്ടി ചതിയിൽ പെട്ടുപോകരുത് കേട്ടോ. ഇല്ലുമ്മ യാത്രയാക്കി കരഞ്ഞുകൊണ്ട്. എന്നാൽ ആഷിയുസ്താദിൻ്റെയോ സഫീറിൻ്റെയോ മനസ്സിൽ അത് മാത്രമായിരുന്നു. എന്നാൽ ഈ സമയം പെണ്ണ് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഉമ്മ. അവന് എത്രയായിട്ടും വരുന്നില്ല. അവസാനം അതാ വന്നപ്പോൾ, എവിടെയായിരുന്നു മോനെ? എത്രയും സമയമായി, കാത്തിരുന്ന് മടുത്തു. എന്നാൽ അവൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. പോവല്ലേ? എന്നാൽ ആഷിയുസ്താദിനോട് പറഞ്ഞു, ആഷി എൻ്റെ കൂടെ വാ. എന്നാൽ ജസീർ പെട്ടെന്ന് പറഞ്ഞു, പോയിക്കോളൂ, എല്ലാവരും പോയിക്കോളൂ, അതിനെന്താ, പെണ്ണ് കാണലല്ലേ, സന്തോഷത്തോടെ പോയി കണ്ടുവരൂ എന്ന് പറഞ്ഞ് ജസീറും വല്ലാത്ത സപ്പോർട്ട്. അങ്ങനെ അതാ അവരെല്ലാവരും കൂടി പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. വലിയൊരു വീടിൻ്റെ വലിയ ഗേറ്റിന് മുമ്പിൽ അവരുടെ വാഹനങ്ങൾ നിന്നു. ശരിക്കും സഫീർ ഒരു നിമിഷം, പഠിച്ചോനെ ഇത്ര വലിയ വീട്ടിൽ നിന്നോ? ഞാൻ എപ്പോഴും ഒരു മീഡിയയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടത്. പക്ഷേ ഇത് അവർ അവിടെ എത്തിയപ്പോൾ തന്നെ അതാ ഗേറ്റ് ഓട്ടോമാറ്റിക്കായി തുറന്നു. ആ 2 വാഹനങ്ങളും അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. സഫീറിൻ്റെ പെണ്ണുകാണൽ അതാണിവിടെ നടക്കുവാൻ പോകുന്നത്. മനമില്ല മനസ്സോടു കൂടിയാണ് അവൻ അങ്ങോട്ട് കയറി ചെന്നത്. അതെ, അവൻ്റെ മനസ്സിൽ അപ്പോഴും റിസ്വാന വക്കീൽ മാത്രമായിരുന്നു. അതെ, ആ ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞു പോയ മുഖമാണ്.
അതെ, ആ സ്ഥാനത്തേക്ക് മറ്റൊരു പെണ്ണിനെ ആലോചിക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ലല്ലോ റബ്ബേ. അതെ, ഇത് വെറും ഒരു കാണൽ മാത്രമാണ്, അല്ലാതെ ഞാൻ പുറത്തു തരണേ. അത് പറഞ്ഞുകൊണ്ട് അതാ ആ വലിയ കൊട്ടാരം പോലുള്ള ആ ഒരു വീട്ടിലേക്ക് അതാ അവർ കടക്കുകയാണ്. ഇൻഷാ അല്ലാ എന്തായിത്തീരും സഫീർ ആ പെണ്ണിനെ കാണുമ്പോൾ? പെണ്ണിനെ ഇഷ്ടപ്പെടുമോ? അത് സഫീർ അവളെ വിവാഹം കഴിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.